ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ ബോസോ ആരെങ്കിലും വന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട്, എങ്ങനെ പോണു? അപ്പോൾ നിങ്ങൾ പറയാണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെ പറയും? അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നന്നായി പോകുമെന്നാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സോ ഫാർ എവറിത്തിങ് ഈസ് ഗുഡ്. സോ ഫാർ എന്നാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉടൻ തന്നെ എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഫീലിങ്ങിലാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ സോ ഫാർ എന്നല്ല അവിടെ ഉപയോഗിക്കുക. അൺടിൽ നൗ. അൺടിൽ നൗ വി ഹാവൻ ഹാഡ് എനി ഇഷ്യൂസ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇനിയത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്നുള്ളൊരു ഫീലിംഗ്, ഒരു ധ്വനി അവിടെയുണ്ട്. ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് ഫ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഫീലിംഗ് അൺടിൽ നൗ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സോ ഫാർ എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ നന്നായി പോണു, ഇനി അങ്ങനെ തന്നെ പോകാനുള്ള സാഹചര്യമാണ് നിങ്ങൾ കാണുന്നതെന്നൊരു ഫീലിംഗ് ആണ് അവിടെ കിട്ടുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. കുറേ പേര് അത് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ആദ്യം ആ 16 വീഡിയോ കംപ്ലീറ്റ് ചെയ്യൂ. ഇനി അതല്ല, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫോർമലായിട്ടൊരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ പല ടൈപ്പ് ഓഫ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് വഴിയുള്ളതുണ്ട്, അല്ലാതെ സെൽഫ് പേസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വെബ്സൈറ്റിൽ വേറെ കോഴ്സസ് ഉണ്ട്. നോക്കിയിട്ട് താല്പര്യമുള്ള കോഴ്സ് ജോയിൻ ചെയ്യൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ.